ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ആത്മവിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ എന്താണ് ആത്മവിദ്യ? ആത്മാവിനെ സംബന്ധിച്ച അറിവ് തന്നെ. ഇന്ന് നമുക്ക് ധാരാളം അറിവുണ്ട്. അതെല്ലാം തന്നെ ഈ ലോകത്തെ സംബന്ധിച്ച അറിവാണ്. ഇന്ദ്രിയങ്ങളിൽ കൂടി നാം അറിയുന്ന ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികളെക്കുറിച്ചുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതായത് നമ്മുടെ മനസ്സെന്ന സത്വം ഇന്ദ്രിയങ്ങളിൽ കൂടി ചെവി, ത്വക്ക്, കണ്ണ്, മൂക്ക്, നാവ് ഇവയാണ് ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളെ എന്ന വിഷയങ്ങളെ അറിയിക്കുന്ന ഇന്ദ്രിയങ്ങൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി ഉള്ള അറിവാണ് ഇന്ന് നമുക്കുള്ളത്. ശബ്ദം, നാനാതരത്തിലുള്ള ശബ്ദത്തെക്കുറിച്ചറിയാം. അതുപോലെ പല രൂപങ്ങളെയൊക്കെ കുറിച്ച് നമുക്കറിയാം. പലതരത്തിലുള്ള രസങ്ങളറിയാം, പലതരത്തിലുള്ള ഗന്ധങ്ങളറിയാം. അതുപോലെ ചൂട്, തണുപ്പ് ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള ഈ അറിവുകളിൽ ആണ് ഇന്ന് ജനങ്ങൾ ജ്ഞാനം എന്ന് പറയുന്നത്. ഇതല്ല, ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ആത്മാവിനെ സംബന്ധിച്ച അറിവാണ്. ആത്മാവെന്നാൽ സത്താണ്, ആനന്ദസ്വരൂപിയാണ്, അത് ചൈതന്യമാണ്. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും പ്രപഞ്ച വസ്തുക്കൾക്കുമെല്ലാം ആധാരമായിരിക്കുന്നത് എന്ന അറിവ് നേടണം. അതാണ് അധ്യാത്മവിദ്യ എന്ന് പറയുന്നത്. ആ അധ്യാത്മവിദ്യ നീങ്ങിയാൽ നമ്മുടെ അജ്ഞാനം നീങ്ങും. അജ്ഞാനം നീങ്ങിയാൽ ശരീരഭ്രമം ഇല്ലാതെയാകും. ശരീരഭ്രമം ഇല്ലാതെയായാൽ ബ്രഹ്മാനന്ദാനുഭവവും ഉണ്ടാകും. ബ്രഹ്മാനന്ദാനുഭവത്താലോ ദുഃഖമെല്ലാം നശിച്ചിടും. ബ്രഹ്മാനന്ദം നമുക്ക് ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈശ്വരനെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് കിട്ടിയാൽ എല്ലാ ദുഃഖങ്ങളും അതോടുകൂടി ഇല്ലാതെയാകും. ബ്രഹ്മാനന്ദാനുഭവത്താലോ ദുഃഖമെല്ലാം നശിച്ചിടും. സഹജാനന്ദമുൾപ്പൂവിൽ അപ്പോൾ തിങ്ങി നിറഞ്ഞിടും. സഹജമായിട്ടുള്ള ആനന്ദം, നമ്മുടെയൊക്കെ സഹജമായ പ്രകൃതം ആനന്ദമാണ്. സഹജം എന്നാൽ കൂടെ ഉള്ളത്. നമ്മുടെ കൂടെയുള്ളത് എപ്പോഴും ആനന്ദാനുഭൂതി മാത്രമാണ്. പക്ഷേ ആ ആനന്ദത്തെ വിട്ടാണ് നാം ആനന്ദത്തിന് വേണ്ടി ലോകവസ്തുക്കളുടെ പുറകെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദുഃഖമാണ്. ഈ ആത്മാനന്ദം ലഭിച്ചാൽ മാത്രമേ ദുഃഖത്തിൽ നിന്ന് നമുക്ക് നിവൃത്തി കിട്ടുകയുള്ളൂ. ദുഃഖനിവൃത്തി വേണമെങ്കിൽ ആത്മാനന്ദം അനുഭവിക്കുക തന്നെ വേണം. അതാണിവിടെ പറയുന്നത്. ബ്രഹ്മാനന്ദാനുഭവത്താലേ സഹജാനന്ദമുൾപ്പൂവിൽ അപ്പോൾ മാത്രമേ ദുഃഖമെല്ലാം നശിച്ചു പോവും. സഹജാനന്ദമുണ്ടായാൽ സർവ്വ ദുഃഖങ്ങളും നമ്മിൽ നിന്നും ഇല്ലാതെയാകും. ബ്രഹ്മാനന്ദാനുഭവത്താലേ ദുഃഖമെല്ലാം നശിച്ചിടും. സഹജാനന്ദമുൾപ്പൂവിൽ അപ്പോൾ തിങ്ങി നിറഞ്ഞിടും. ഒരിക്കലും ക്ഷയിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും വറ്റിപ്പോകാത്ത സഹജാനന്ദം എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആനന്ദാനുഭൂതി നമുക്കനുഭവിക്കാൻ കഴിയും. അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ച അറിവാണ് നേടേണ്ടതും. ആ ആത്മാവിനെ ലഭിക്കുന്നതിന് നാം എന്തെല്ലാം ഉപേക്ഷിക്കണമോ അതെല്ലാം ഉപേക്ഷിക്കുക തന്നെ വേണം. ആത്മാനന്ദം കൊണ്ടുവരേണ്ടതോ ഉണ്ടാക്കേണ്ടതോ അല്ല. സഹജമായ ആനന്ദം ഇവിടെ തന്നെ സഹജമായി നമ്മോടൊപ്പം ഉള്ളതാണ്. പക്ഷേ അതിനെ അറിയാതിരിക്കാൻ കാരണം അതിനെ നാം അറിയുന്നില്ല. നാം അറിവിനായി ലോകത്തിലേക്ക് പോകുന്നു. സുഖത്തിനായി ലോകവസ്തുക്കളെ സമ്പാദിക്കാൻ അക്ഷീണ പ്രയത്നം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സുഖം എന്നത് കിട്ടുന്നില്ല. അത് മാത്രമല്ല, ദുഃഖം ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. തേൻ പിടിക്കാൻ
തേനീച്ചകളെ പിടിക്കാൻ പരിചയമില്ലാത്ത ഒരാൾ തേൻ എടുക്കാൻ വേണ്ടി പോയാൽ തേനീച്ചയുടെ കുത്തും കിട്ടും, തേൻ കിട്ടിയെന്നും വരില്ല. അപ്രകാരമാണ് ഈ ലോകസുഖങ്ങളെ അന്വേഷിക്കാൻ പോകുമ്പോൾ തേനീച്ചകളെ പോലെ അതിൽ നിന്നുണ്ടാകുന്ന കുത്ത് ഇടയ്ക്ക് നാം അനുഭവിക്കേണ്ടിയും വരും, തേൻ കിട്ടിയെന്നും വരില്ല. തേൻ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച അറിവ് നമുക്ക് കൂടിയേ തീരും. തേനീച്ച എന്നത് ഈ ലോകത്തിൻ്റെ അറിവും ലോകഭോഗങ്ങളുമാണ്. അതിലെ തേൻ എന്നതാണ് ആത്മാനുഭൂതി. ആ ആത്മാനുഭൂതി എങ്ങനെയാണ് ലഭിക്കേണ്ടത് എന്ന അറിവ് നേടലാണ് ആത്മവിദ്യാഭ്യാസം. ആത്മവിദ്യാഭ്യാസം നാം നേടിയേ പറ്റൂ. അപ്പോൾ മാത്രമേ അജ്ഞാനം നശിക്കുകയുള്ളൂ. അജ്ഞാനം നശിച്ചാൽ മാത്രമേ ഞാനാണെന്ന തോന്നൽ ഇല്ലാതെയാകൂ. അപ്പോഴാണ് ബ്രഹ്മാനന്ദം നമുക്ക് അനുഭവമാകുന്നത്. അങ്ങനെ ആ ബ്രഹ്മാനന്ദാനുഭവത്താലോ ദുഃഖമെല്ലാം നശിച്ചിടും. ബ്രഹ്മാനന്ദം കിട്ടിയാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നശിക്കും. സഹജാനന്ദം ഉൾപ്പോവിൽ അപ്പോൾ തിങ്ങി നിറഞ്ഞിടും. സഹജാനന്ദം അപ്പോൾ നമ്മുടെ ഉൾപ്പൂവിൽ, എന്നാൽ നമ്മുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. അതിൻ്റെ ഉടമസ്ഥരാണ് നാം ഓരോരുത്തരും എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം.